ഹലോ, ഇന്ന് നമുക്ക് ഈ പൂ വെച്ചിട്ടൊരു കുർത്തി തയ്ച്ചാലോ? എങ്ങനെയാണെന്നല്ലേ? ബാ നോക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പണി തുടങ്ങാം കേട്ടോ. ഇതിലാണ് നമ്മൾ ഇന്ന് ആ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കൊടുത്ത സാരിയാണ്. ആദ്യം തന്നെ നമ്മൾ കുർത്തി സൈസെല്ലാം അളന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അളവായിട്ട് എടുക്കുന്നത് എൻ്റെ നേരത്തെ തന്നെ ഉള്ളൊരു ടോപ്പാണ്. അതെനിക്ക് പെർഫെക്റ്റ് ആയിട്ടോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ടോപ്പാണ്. അപ്പോൾ അതാണ് ഞാൻ അളവിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ അത് തന്നെ ഞാൻ കഴുത്തിൻ്റെ അവിടെയും കൈയുടെ അവിടെയും മാത്രം അളവെടുത്ത് ചെയ്തിട്ട് ബാക്കി ഞാൻ ക്യാഷ്വലായിട്ട് അങ്ങ് വെട്ടി കൊടുക്കുക കേട്ടോ. തയ്യൽ തുമ്പ് ഇട്ടിട്ടാണ് കേട്ടോ വെട്ടുന്നത്. എന്ത് ചെയ്യുമ്പോഴും തയ്യൽ തുമ്പ് ഇടാതെ വെട്ടിക്കഴിഞ്ഞാൽ പണി 8ൻ്റെ പണി കിട്ടും. പിന്നെ ആ തുണി ഒന്നിനും കൊള്ളത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും തയ്യൽ തുമ്പ് ഇട്ട് തന്നെ വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ വീഡിയോ നോക്കിയിരുന്നപ്പോഴാണ് കേട്ടോ 1-2 പേര് ഇതുപോലെ ചെയ്തേക്കുന്നത് കണ്ടത്. 1-2 യൂട്യൂബേഴ്സ്. അപ്പം ഞാനും വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്താലോ എന്ന്. ആദ്യം ഒരു ചേച്ചിയാണെങ്കിൽ ജസ്റ്റ് ലീഫും ഒക്കെ വെച്ചിട്ട് ഫ്ലവറും ലീഫും എല്ലാം കൂടെ വെച്ചിട്ടാണ് ഒരു സ്ലിറ്റഡ് ടോപ്പ് തയ്ച്ചേക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് എൻ്റെ വീട്ടിലാണെങ്കിൽ ഈ പൂവുണ്ടായിരുന്നു, എന്താ പറയുക ഇതിൻ്റെ പേര്, ശംഖുപുഷ്പം. അതായത് ഇത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇത് കാണാനൊരു പ്രത്യേക ഭംഗിയല്ലേ, വിചാരിച്ചു ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കിയാലോ, ട്രൈ ചെയ്താലോ എന്നൊരാഗ്രഹം. അപ്പം തന്നെ ഞാനത് വെട്ടി, പൂവും പോയി പറിച്ചിട്ട് വന്നിട്ട് വെട്ടി ഞാനിത് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഇത് തെന്നിയൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. പോയില്ല, എന്നാലും ഫാനൊക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് ചിലപ്പം പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടാണ് കേട്ടോ. ജസ്റ്റ് ചുറ്റിക വെച്ചിട്ട്, ചുറ്റിക എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ ചുറ്റിക. ഓക്കെ, അപ്പം അത് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അടിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം ഇത് ഭയങ്കരമായിട്ട് കളറാവും ഇതിന്. അപ്പം അതിങ്ങനെ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം അത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാണ് ഞാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫുള്ള് കുളമാവില്ലേ, ഫുള്ള് കളറായിട്ട്. അപ്പം നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഉണക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പുറത്ത് നല്ല മഴ ആയതുകൊണ്ട് ഞാൻ ഫാനിൻ്റെ കീഴിലിട്ടിട്ടാണ് കേട്ടോ ഞാൻ ഇത് ഉണക്കി വെക്കുന്നത്. എന്നിട്ട് അത് സ്റ്റിക്കർ ഇത് നമ്മൾ സെല്ലോ ടേപ്പ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതാണ് ഫൈനൽ. എങ്ങനെയുണ്ട്? എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് എനിക്ക് മാത്രം തോന്നുകയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അച്ഛൻ്റെ അടുത്ത് കൊണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നിട്ട് ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ ഇത് ഏത് പൂവാന്ന് പറയാമോ എന്ന്. ഏത് പൂവാന്ന് അറിയണമല്ലോ, എങ്കിലല്ലേ അതിൽ ചെയ്തതിലൊരു ഭംഗി ഉണ്ടാവത്തുള്ളൂ. അപ്പം നമ്മൾ ചെയ്തതിലും കാര്യമുള്ളൂ. അപ്പം ഞാനാണെങ്കിൽ അച്ഛൻ്റെ അടുത്ത് പോയി ചോദിച്ചപ്പം അച്ഛൻ കറക്റ്റായിട്ട് പറഞ്ഞു, പൂവാന്ന് തോന്നുന്നു, ശംഖുപുഷ്പമാണെന്ന് തോന്നുന്നേ. അപ്പോൾ കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. അപ്പോൾ ഇതിനുള്ള ലൈനിങ് ഞാൻ ആദ്യം തന്നെ കട്ട് ചെയ്തെടുത്തു കേട്ടോ. എന്നിട്ട് ഞാനിത് ചേർത്ത് വെച്ച് അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ പൂവിന് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് ശംഖുപുഷ്പം എന്ന് കേട്ടോ. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താ പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, ഒന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഇതെൻ്റെ ഒരു ദിവസത്തെ കഷ്ടപ്പാടാണ് കേട്ടോ. എന്തായാലും കഷ്ടപ്പാടിന് റിസൾട്ട് ഉണ്ടാവുമല്ലോ. ഫൈനൽ ഔട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. വീട്ടിലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. ഒരു മൂവി കണ്ടുകൊണ്ടാണ് കേട്ടോ ഞാൻ തയ്ക്കുന്നത്. അതാണ് ഈ ഇടയ്ക്കിടയ്ക്ക് അതിലങ്ങ് ലയിച്ചു പോവുകയാണ് സിനിമയിൽ, അതാണ് കേട്ടോ. ഓക്കെ, അപ്പം അതിൻ്റെ ബാക്ക് പാർട്ടാണെങ്കിൽ നമ്മൾ ലൂപ്പ് വെച്ചിട്ട് ബാക്കിൽ ലൂപ്പ് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ളത് ഫ്രണ്ട് പാർട്ടാണ് കേട്ടോ. അത് ഞാൻ കഴുത്തെല്ലാം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു പൂ മാത്രം ചോദിച്ചു, ഒരു പൂക്കാലം നീ തന്നു എന്ന് പറയുന്നത് പോലെ ആണ് കേട്ടോ നമ്മുടെ ഈ ടോപ്പ്. അത്രയും ബ്യൂട്ടിഫുള്ളാണ്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ നമ്മളെല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് നല്ലൊരു ടോപ്പ് ഉണ്ടെങ്കിൽ, ഒരു മെഷീൻ ഉണ്ടെങ്കിൽ, അത്യാവശ്യം തയ്ക്കാൻ അറിയാവുന്ന ഒരാളാണെങ്കിൽ നമുക്കിതെല്ലാം ചെയ്യാൻ പറ്റും. എനിക്കൊരു ഫാഷൻ ഡിസൈനർ ആവാനായിരുന്നു ആഗ്രഹം. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം, ഇല്ല, തമ്പുരാന് തലയിൽ വരയുള്ള നേരെ വരയ്ക്കേണ്ടതിന് സിക്സാഗ് വെയിലാണ് തോന്നുന്നു വരച്ച് വെച്ചിരിക്കുന്നത്. അതെന്തെങ്കിലും ആവട്ടെ, അവസാനം നമ്മൾ ഇവിടെ തന്നെ വന്ന് എത്തിയല്ലോ, അതാണ്. ഈ ശംഖുപുഷ്പത്തിൻ്റെ വർക്ക് ഞാൻ ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്ക് സംശയം ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നല്ല നീര് വരുന്നതാണ് ഈ പൂവിന്. അപ്പോൾ ഇത് സ്പ്രെഡായി കഴിയുമ്പോൾ ഇത് പൂവായിട്ട് തോന്നുമോ, അങ്ങനൊരു ടെൻഷൻ ഉണ്ടായിരുന്നു.
പിന്നെ അത് ഇളക്കി മാറ്റി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സമാധാനമായത്. ഇല്ലെങ്കിൽ സാരിയും വെട്ടി അതത്രയും കഷ്ടപ്പെട്ടതും എല്ലാം വെറുതെ ആയിപ്പോയത്. പിന്നെ ഇതിൻ്റെ കൈ ആണെങ്കിൽ സ്ലീവ് ആണെങ്കിൽ ഞാൻ ഷോർട്ടായിട്ടുള്ളൊരു സ്ലീവാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അതിലെന്തെങ്കിലും വർക്ക് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് 2 പീസൂടെ ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഈ ശംഖുപുഷ്പം ഒരെണ്ണം വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്കൂടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ നീരെടുത്ത് ചെയ്തതാട്ടോ ആ കൈ. നല്ല ഭംഗിയായിട്ടില്ലേ? എങ്ങനെയുണ്ട്? എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ കയറി വന്ന് നോക്കിയപ്പോൾ ഇതാണ് വീടിൻ്റെ അവസ്ഥ. എൻ്റെ റൂമിൻ്റെ കണ്ടില്ലേ, മൊത്തം അലങ്കോലമായി കിടക്കുക. അപ്പം ഞാനിനി ഇതെല്ലാം വൃത്തിയാക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റ, ബൈ ബൈ, സീ യു.